അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ഖുർആനിൻ്റെ വശ്യതയും അതിൻ്റെ പാരായണത്തിൻ്റെ പ്രാധാന്യവും അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് കഴിഞ്ഞ ദിവസം നാം ക്ലാസ്സിൽ പ്രതിപാദിച്ചത്. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇസ്ലാമികമായിട്ട് നാം ജീവിതശൈലി ചിട്ടപ്പെടുത്തുമ്പോൾ ഏതൊരു നല്ല കാര്യങ്ങൾക്കും ചില അദബുകളുണ്ട്. ഉസ്താദുമാരോട് കാണിക്കേണ്ട അദബുകളുണ്ട്, മാതാപിതാക്കളോട് കാണിക്കേണ്ട അദബുകളുണ്ട്, ഇബാദത്തുകളിൽ നാം ശ്രദ്ധിക്കേണ്ട അദബുകളുണ്ട്. അതുപോലെ ഖുർആൻ പാരായണം നല്ല ഒരു ഇബാദത്താണ്. അത് ആ സമയത്ത് നാം പാലിക്കേണ്ട കുറേ മര്യാദകൾ, അദബുകൾ, അത് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം പൂർണ്ണമാവാൻ നാം പാലിക്കേണ്ട മര്യാദകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, വുളു ഉണ്ടാവണം. വുളു ഉണ്ടാവണം. ശുദ്ധി വരുത്തിയിട്ട് മാത്രമേ നാം ഖുർആൻ എടുക്കാൻ പാടുള്ളൂ. നാം ചെറുപ്പകാലങ്ങളിൽ പഠിച്ച വിഷയം തന്നെയാണ്. അപ്പോൾ പഠന സമയത്ത് കുട്ടിയാണെങ്കിൽ പഠന ആവശ്യത്തിന് വേണ്ടി വുളു ഇല്ലാതെ എടുക്കാമെന്ന് നാം ചെറുപ്പകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു രൂപത്തിലല്ല, അതുകൊണ്ട് അതിൻ്റെ വിശദീകരണം ആവശ്യമില്ല. രണ്ടാമത്, വൃത്തിയായിരിക്കുക. വളരെ വൃത്തിയായിട്ട് നാം ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ കിതാബ് ക്രമീകരിച്ച ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം അവരുടെ ക്രോഡീകരണ സമയത്തുള്ള അതുവിനെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് കാണാം, വുളു ചെയ്ത് ഖിബ്ലക്ക് മുന്നിട്ട് സുഗന്ധം പൂശി നല്ല ഡ്രസ്സ് ധരിച്ച് വളരെ അദബോടെ, ബുഖാരി രണ്ടാമത്തെ ഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്നതാണ്. അതിനുവേണ്ടി പോലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വളരെ കൃത്യനിഷ്ഠയിൽ സ്വീകരിച്ചിരുന്നു എന്നത് കാണാം. അപ്പോൾ ഖുർആന് വേണ്ടി ഏതായാലും നാം ആ ഒരു ചിട്ട പാലിച്ചേ പറ്റൂ. മൂന്നാമത്തെ, ഖിബ്ലയിലേക്ക് തിരിയുക. ഇതെല്ലാം കൂടി സമ്മേളിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ അനുഭൂതി അല്ലാഹു തആല നമുക്ക് തരിക. കൂട്ടത്തിൽ നമുക്ക് വലിയ തൗഫീഖ്, അത് കൂട്ടത്തിൽ ഞാൻ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതാത്തൊരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പല ബുദ്ധിമുട്ടുകളുള്ള ദിവസം ഉണ്ടാകും. അതല്ലാത്ത കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും നാം അല്പമെങ്കിലും ഖുർആൻ ഓതുന്നൊരു ശൈലിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. കാരണം അങ്ങനെ ഓതിയാൽ മാത്രമേ നമ്മുടെ ദിവസത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് അനുഭവം കൊണ്ടാണ് ഇപ്പം നിങ്ങളോട് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. കാരണം ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. ഓതിയില്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ കേട്ടതാണ്. ഓറഞ്ച് പോലെ, കാരക്ക പോലെ, ആട്ടങ്ങ പോലെ എന്നൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ, നാം ഒരുപാട് പുതിയ പുതിയ കെമിക്കലുകൾ ഉപയോഗിച്ച് നമുക്ക് സൗന്ദര്യവർദ്ധക വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടമാണിത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു മുഅ്മിനായ മനുഷ്യന് നല്ല രീതിയിൽ അവൻ്റെ അഴക്, ഭംഗി, അല്ലേ, ഓറഞ്ചാണ് അതിനോട് ഉപമപ്പെടുത്തിയത്. ഖുർആൻ ഓതുന്ന മുഅ്മിൻ നല്ല ഭംഗിയും രുചിച്ചാൽ നല്ല രുചിയുമുള്ള ഒരു ഫ്രൂട്ട്സാണ് ഓറഞ്ച്. അപ്പോൾ അതിനോട് രൂപപ്പെടുത്തിയത്, എക്സാമ്പിളാക്കിയത് അത്രയും നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിലും
എല്ലാ നിലക്കും പ്രകാശപൂരിതമാക്കുന്ന ഈമാനിക സ്രോതസ് നൽകുന്ന ഒരു രൂപത്തിലേക്കാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഓതാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഖിബിലയിലേക്ക് തിരിയുക. അഊദു ബിസ്മി രണ്ടും ഓതാൻ മറക്കരുത്. അഊദു ഓതുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ ആട്ടുന്ന ഒരു രൂപം, അതുപോലെ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുക. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് ബിസ്മി ഇല്ലാത്ത സൂറത്ത് തൗബ, ആ സൂറത്തിൽ ബിസ്മി ഇല്ല, അതും ഓതണം എന്നല്ല. അപ്പോൾ നിയമം ഏതൊക്കെയാണോ അതിൻ്റെ ചിട്ടയുള്ളത് ഖുർആനിലുള്ളത് അനുസരിച്ച് നമ്മൾ അവിടെ ക്രമീകരിക്കുക. എന്ന് പറഞ്ഞാൽ ബിസ്മി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അത് ബിസ്മി ഇല്ലാതെയാണ് നുസൂൽ ഉണ്ടായത്, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഓതുക. അർത്ഥം ചിന്തിച്ച് സാവകാശം ഓതുക. അത് എല്ലാവർക്കും പ്രായോഗികമല്ല. ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർത്ഥം കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ലെങ്കിൽ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് പ്രകാരമുള്ള തഫ്സീലൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അറിയുന്ന ഭാഗങ്ങൾ അങ്ങനെ ഓതുക. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വളരെ ആസ്വാദകരമായിട്ട് ഖുർആനെ ഉൾക്കൊള്ളാൻ കഴിയും. ആ പാരായണ രീതിയിൽ തന്നെ കഴിയുമെങ്കിൽ അങ്ങനെ അർത്ഥം ചിന്തിച്ച് ഓതുക. ഭൗതിക സംസാരങ്ങൾ ഒഴിവാക്കുക. കുറേ അങ്ങോട്ട് ഓതുക, പിന്നെ ഒരു ഫോൺ വരും, അതിൽ സംസാരിക്കും. അതുപോലെ മറ്റൊരാൾ വന്ന് എന്തെങ്കിലും സംശയിച്ച് അത് പറയും. അതൊരു അദബ് കുറഞ്ഞ രീതിയാണ്. പരമാവധി അത്തരം രീതിയിൽ ഒഴിവാക്കുക. ഒരു വിഷയത്തിന് ഇരുന്നാൽ, ഖുർആൻ ഓതാൻ ഇരുന്നാൽ ഇത്രയും ഓതിയിട്ടേ ഞാൻ എന്താക്കുള്ളൂ, ഇതിൽ ഇങ്ങോട്ടും മാറുള്ളൂ എന്ന ഒരു രീതിയിലേക്ക് നാം അതിന് ക്രമീകരിക്കുമ്പോൾ അതിന് വലിയ ഒരു പുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അപ്പോൾ അതിനുള്ള അദബാണത്. പിന്നീട് വരുന്ന കാര്യം, ചില ഭാഗത്ത് ഖുർആനിൽ റഹ്മത്തിൻ്റെ വിഷയങ്ങൾ പറയും, ചിലപ്പോൾ അദാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയും. ചില സമയത്ത് സുജൂദ് ചെയ്യേണ്ട സ്ഥലമുണ്ട്, തിലാവത്തിൻ്റെ സുജൂദ്. ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ശിക്ഷകളെ പ്രതിപാദിക്കുന്ന ഭാഗത്ത് അവിടെ രക്ഷ തേടുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ സൂറത്തുൽ ഗാശിയയുടെ അവസാന ഭാഗം, വെള്ളിയാഴ്ച സുന്നത്തുള്ള ഗാശിയ, അതിൻ്റെ അവസാനത്തെ ഭാഗം ഹലത്താക്ക, ഹദീത്തുൽ ഗാശിയ ഹലത്താക്ക നമ്മൾ പറയാറ്. അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, ആ അദാബിൻ്റെ വിഷയം പ്രതിപാദിക്കുമ്പോൾ അതിനെ തൊട്ട് കാവലിനെ ചോദിക്കുക. റഹ്മത്തിൻ്റെ വിഷയം പറയുമ്പോൾ ആ റഹ്മത്തിനെ ചോദിക്കുക. ഇങ്ങനെ സാഹചര്യമനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാതെ ശേഷം നമുക്ക് പഠിക്കാം. അതുപോലെ തിലാവത്തിൻ്റെ സുജൂദ്, സജദ എന്ന് കാണുന്ന സ്ഥലത്ത് പരമാവധി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ സുജൂദ്, ആ സുന്നത്ത് ലഭിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ട് അത് നെവർമൈൻഡ് ആക്കാതെ പരമാവധി ശ്രദ്ധിക്കുക. ഓത്ത് അവസാനിക്കുമ്പോൾ, നേരത്തെ നമ്മൾ തുടങ്ങുമ്പോൾ അഴുതു ബിസ്മിയൊക്കെ ഓതി ആ ചിട്ടകളൊക്കെ പാലിച്ച് ഉളു എടുത്ത് ഖിബലക്ക് മുന്നിട്ട് ഇരുന്നു. എന്നാൽ നിർത്തുമ്പോഴും അതിൻ്റേതായ ഒരു അദബിൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലി ഖത്മ് ചെയ്ത്, തന്നെയുമല്ല അത് കഴിഞ്ഞ് ഒരു ഖത്മ് തീർക്കുകയാണ് എന്ന് കണ്ടാൽ അവിടെ അടുത്ത ഖത്മ് തുടങ്ങി വെക്കുക. ഇവിടെ തീർത്തു പോകുന്നു എന്ന രീതിയല്ലാതെ ഇൻഷാ അല്ലാഹ് വീണ്ടും തൗഫീഖ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പാരായണം ചെയ്യണം എന്ന രീതിയിലേക്ക് നാം തുടങ്ങി വെക്കുക. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദബുകൾ. ഇതെല്ലാം കൂടി പാലിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റേതായ ബറക്കത്ത് നമുക്ക് തരും. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നാം വളരണം എന്നാണ് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഒന്നിച്ചങ്ങ് ഇറങ്ങിയതല്ല. 30 ജുസ്ഉം
ഒന്നിച്ച് ഇറങ്ങുന്ന രീതിയല്ല ഖുർആൻ ഉണ്ടായിരുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിലും അതിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടത് നാം ഇന്ന് ഓതുന്ന രൂപത്തിൽ തന്നെയാണ്. നമുക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ ഈ ഖുർആനിനെ സൂക്ഷിക്കപ്പെട്ടത് ഇതേ രൂപത്തിലാണ്. അപ്പോൾ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ മക്കി എന്നും അതിനുശേഷം അവതരിപ്പിക്കപ്പെട്ടതിന് മദനി എന്നും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹിജറ കഴിഞ്ഞ് പിന്നീട് മക്കയിൽ നിന്ന് വന്നതും ബ്രാക്കറ്റിൽ കാണാം, അത് മക്കയിൽ വെച്ച് തന്നെയാണെങ്കിലും ഹിജറയ്ക്ക് ശേഷമുള്ളതിനൊക്കെ മദനി എന്നാണ് പറയണേ. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, മക്കി മദനി. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് ആ നിലക്ക് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത്. ആദ്യമായി ഇറങ്ങിയ ഖുർആൻ ഭാഗങ്ങളിൽ ഓരോ വിഷയത്തിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അവിടെ ചരിത്രപരമായ കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് മദീനയിൽ വെച്ച് കൂടുതൽ നിയമങ്ങൾ, ഹുക്കുമുകൾ, അതായത് മസ്അലപരമായ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, ഇതൊക്കെ അവതരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ 2 ഘട്ടം, 2 സമയങ്ങളായിട്ടും മദനി മക്കി എന്ന പേരിലും, അതുപോലെ ഒന്ന് ചരിത്ര വിഷയങ്ങളും മറ്റൊന്ന് കർമ്മശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളും, ഇങ്ങനെ വ്യത്യസ്ത സെക്ഷനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത്. ഇത് അറബിയിൽ തന്നെ ആയിരിക്കണം, എഴുതേണ്ടതും അങ്ങനെ ആയിരിക്കണം, ഓതേണ്ടതും അങ്ങനെ ആയിരിക്കണം. അതോടൊപ്പം റസ്മുൽ ഉസ്മാനി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിച്ച ഖുർആൻ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തൊക്കെ ഉപയോഗപ്പെടുത്തി. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ചില വ്യത്യസ്ത രീതിയിൽ ഖുർആൻ ഓതുകയും ആ ഓതിയപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖുർആനുകൾ ശേഖരിക്കാൻ പറയുകയും അന്നത്തെ എഴുത്തുകാരനായിരുന്ന സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവരെ ഏൽപ്പിക്കുകയും അങ്ങനെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നു. ചില ഗ്രന്ഥങ്ങളിൽ കാണാം അങ്ങനെ തർക്കമുണ്ടായിരുന്ന വ്യത്യസ്ത രൂപത്തിൽ പലരും ഓതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ശേഖരിച്ച് ഒഴിവാക്കുകയും റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കേട്ട പ്രകാരം അവരോട് ഓതാൻ എഴുതി കൃത്യമാക്കാൻ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശപ്രകാരം ഇനി മുതൽ മുന്നോട്ട് നിങ്ങളങ്ങനെ വ്യത്യസ്തമാക്കി ഓതാൻ പാടില്ല എന്ന നിർദ്ദേശത്തോടുകൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം ക്രോഡീകരിച്ച് എഴുത്ത്, അതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ അന്നത്തെ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കേട്ട പ്രകാരം അന്നത്തെ എഴുത്തുകാരായിരുന്ന ആളുകളോട് നിർദ്ദേശിച്ച് കറക്റ്റാക്കി വെച്ച രീതിയാണ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ ആ പ്രകാരമായിരിക്കണം നാം ഓതേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ അറബി എഴുതിയ പോലെ അല്ല റസ്മുൽ ഉസ്മാനിയിൽ നമ്മൾ കാണാം. ചിലപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ ചില ഹർഫുകൾ അധികം ഉണ്ടാവും. ഉദാഹരണത്തിന് അൽഹംദു എന്ന് കിതാബിൽ അല്ലെങ്കിൽ ചില എഴുത്തിൽ ഫത്ഹ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഖുർആനിൽ അൽഹംദു എന്നതിന് അ എന്ന ഫത്ഹ രൂപം കാണില്ല.
അവിടെ വേറെ ഒരു സിഗ്നൽ സാദിൻ്റെ ഒരു തല മാത്രമാണ് കാണുക. ചിലപ്പോൾ അതേ അലിഫിന് ചോടെ ഒരു ഐൻ്റെ തലയിട്ടിട്ട് കെസർ കൊടുത്ത് ഇ എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ അലിഫിൻ്റെ മുകളിൽ ചില സിഗ്നലുകൾ, ചില റൗണ്ടുകൾ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ചിഹ്നങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റസൂലുൽ ഉസ്മാനിയിൽ വ്യത്യസ്തമായ ചിഹ്നങ്ങളും വ്യത്യസ്ത രൂപങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് റസൂലുൽ ഉസ്മാനി തന്നെ ഓതണം എന്ന് പറയാൻ കാരണം. സാധാരണ അറബി കിതാബുകളിലുള്ള പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ചില ഹർഫുകൾ സായിദ ഉണ്ടാവും, ചിലപ്പോൾ അധികം കൊടുക്കുന്ന ഹർഫുകൾ വഖഫ് ചെയ്യുമ്പോൾ ഉച്ചാരണത്തിൽ വരേണ്ടതുണ്ടാവും, ചിലപ്പോൾ ഒരു സമയത്ത് ഉച്ചരിക്കേണ്ടാത്തതുണ്ടാവും. ഇങ്ങനെ പല രൂപത്തിലും റസ്മുൽ ഉസ്മാനിൽ കാണാം. അതുകൊണ്ടാണ് റസ്മുൽ ഉസ്മാനി പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ശൈലിയും രൂപവും പഠിച്ചിരിക്കണം. അത് റുക്കുനിൽ പറയുമ്പോൾ ഖുർആനിന് 3 റുക്കുനുകൾ പറയുന്നുണ്ട്. ആ റുക്കുനുകൾ പറയുമ്പോൾ ഒന്ന് നഹ്വിയായ ഖാഇദയോട് യോജിക്കുക, രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സനദ് മുത്തസിലാവുക, മൂന്നാമത്തത് റസ്മുൽ ഉസ്മാനി അറിഞ്ഞിരിക്കുക. ഈ റുക്കുനുകൾ 3 കൂടി കൂടുമ്പോഴാണ് ഇങ്ങനെ പാരായണ ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അപ്പോൾ റസ്മുൽ ഉസ്മാനി ഓതിയിരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് ഇതിവിടെ പ്രത്യേകം പ്രതിപാദിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ പണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ പരിചയം ഉണ്ടായില്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് നമ്മുടെ കേരളത്തിലേക്ക് വന്ന ചില തിരുരങ്ങാടി ലിപി എന്നാണ് അന്ന് പറയപ്പെടാറ്. ഒരു സാധാരണ ഒരു ഉരുട്ടിയെഴുത്ത്, പഴയ നമ്മളെ വലിയമ്മമാരൊക്കെ ചിലപ്പോൾ നമ്മളെ ഖുർആൻ കാണാം, നമ്മളിപ്പോൾ ഓതുന്ന ഖുർആൻ ആയിരിക്കില്ല. ഉമ്മമാർക്ക് ചിലപ്പോൾ ഇത് പരിചയം ഉണ്ടാവും, വലിയമ്മമാർക്ക് എന്തുണ്ടാവും, പഴയ ഖുർആനായിരിക്കും പരിചയം, ഇത് ഓതാൻ കിട്ടുന്ന രൂപം ഉണ്ടായിരിക്കില്ല. അത് അന്ന് സഹാബാക്കളിവിടെ വന്ന് മാലിക് ദിനാർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇങ്ങനെ വന്നത് ഇവിടുത്തെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി, ഇവിടുത്തെ അറബി മലയാളമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയ രൂപമായിരുന്നു അത്. അപ്പോൾ അത് ഓതി പഠിച്ചു. പിന്നീടാണ് റസ്മുൽ ഉസ്മാനി ഖുർആൻ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഉസ്താദുമാരൊക്കെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് അങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതിൽ അന്ന് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അതിലേക്ക് കയറാൻ, കാരണം ഇത് പരിചയപ്പെട്ടു പോയതിൻ്റെ കാരണത്താൽ. ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ വിദ്യാർത്ഥികൾക്ക് റസ്മുൽ ഉസ്മാനി തന്നെയാണ് ചെറുപ്പത്തിലേ പഠിച്ചത്. എന്നിരുന്നാലും ഏറെക്കുറെ അറിയാമെങ്കിലും തെറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ എഴുത്ത് അല്ല ഇപ്പോഴത്തെ ഗൾഫിൽ നിന്ന് നമ്മൾ വരുന്ന റസ്മുൽ ഉസ്മാനി. അത് തന്നെ വ്യത്യസ്ത രൂപത്തിൽ കാണാം. ഒന്ന്, നമ്മളിപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സാധാരണഗതിയിലുള്ള മുസ്ഹഫ് അവിടെ സൗദിയിൽ പോയാൽ നമുക്ക് കാണാം ഇന്ത്യൻ ലിപി എന്നാണ് അവർ ഉപയോഗിക്കാറ്. അത് സ്ഥാനത്ത് ചില ഖുർആനിൽ വരയിട്ട, ഓരോ ലൈനിലും വരയിട്ട ഒരു ഉരുട്ടിയെഴുത്ത് ഉറുദുവിനോട് സാമ്യമുള്ളത്, അത് പാകിസ്ഥാൻ ലിപി എന്ന് അവർ പറയാം. അതിൽ ഒരു കൂടുതൽ ചില ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ് എന്ന സ്ഥലത്ത് ഓതുന്ന സമയത്ത് അഹദുനില്ലാഹു സ്വമദ് നമ്മൾ സാധാരണ ഓതുന്ന ഖിറാഅത്ത് ഖുർആനിൽ അവിടെ തൻവീൻ മനസ്സിലാക്കി കസ്ർ ചെയ്ത് ഓതണം. പക്ഷേ ഈ പാകിസ്ഥാൻ ലിപി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ലൈനുള്ള മുസ്ഹഫിൽ അഹദുനി എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ലിപികൾ വരുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അതാണ് അത് പ്രത്യേകം പഠിക്കണം എന്ന് പറയാൻ കാരണം. അറബി അക്ഷരങ്ങൾ അവയുടെ ഉച്ചാരണ സ്ഥാനവും വിശേഷണങ്ങളും തെറ്റാതെ ഉച്ചരിക്കാനും തജ്വീദ് നിയമം അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാനും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറബി അക്ഷരങ്ങൾ അ, ബ, ത, സ കൃത്യമായിട്ട് പറയാം. ആ ഉച്ചാരണ ശൈലിയും അതിൻ്റെ വിശേഷണങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, നാം ത എന്ന് പറയുമ്പോൾ അൻഅംത എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ സിഫത്ത് പൂർത്തീകരിക്കുമ്പോൾ അൻഅംത താതി താതുൻ, അല്ലേ? ഒന്ന് ഓതി കേൾപ്പിക്കാം, ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ഇയ്യാക നഅ്ബുദു എന്ന് ഓതുന്നൊരു രീതിയുണ്ട്. ഉച്ചാരണം നമ്മൾ പെട്ടെന്ന് ചാടി ഒരു കുഴിച്ചാടിയ പോലെ കട്ടർ ചാടിയ പോലെ അങ്ങനെ ഉച്ചരിക്കുകയല്ല. അതിൻ്റെ ഒരു ഒഴുക്ക്, ഖുർആൻ ഒരു പ്രത്യേക ഒഴുക്കാണ്. ആ നേരത്തെ പാരായണ ശൈലി എന്ന് പറഞ്ഞത് ഒരു ഒഴുക്ക് വേണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ഞാനിപ്പോൾ പറഞ്ഞത് മഖ്റജ് എന്നാണ്, പക്ഷെ അതിനൊരു ഒഴുക്കില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്ന് പറയുന്നതിന് പകരം നസ്തഈൻ. അപ്പോൾ ഇങ്ങനെ അക്ഷരശുദ്ധി അതോടൊപ്പം വിശേഷണ സിഫത്തും കൂടി വരുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കും ഓതാൻ കഴിയും. ഇത് പറയുമ്പോൾ നമ്മൾ വലിയൊരു സംഭവമാക്കി എടുക്കേണ്ടതില്ല, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഖുർആൻ ഉച്ചാരണ ശൈലി കൊണ്ടുവരികയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓതാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ, അദബുകളും അതുപോലെ റസൂൽ ഉസ്മാനിയുടെ വിഷയം, ഉച്ചാരണ ശൈലി, ഇതൊക്കെ നാം വളരെ ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നാം തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.